ഹലോ ഇന്നിൻ്റെ അത്ര ചക്ക. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. മോൻ പറഞ്ഞ പോലെ ഇപ്പോൾ ചക്കൻ്റെ സീസണല്ലേ, അപ്പോൾ ചക്ക കൊണ്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ഞാനിവിടെ പച്ച ചക്കയാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ റെസിപ്പി കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ചക്ക എടുത്ത് നല്ലോണം മുറിച്ച് കഴുകി കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട്. ചക്കൻ്റെ കുരു അടക്കം ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് 2 വിസിലിടും വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ഇതിലേക്ക് മല്ലി, മുഴുവനായിട്ടുള്ള മല്ലിയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു കയ്യിൽ ഒതുങ്ങുന്ന കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി വേണ്ടത് മുളകാണ്. ഞാനിവിടെ മുളക് പൊടിയല്ല, മുഴുവനായിട്ടുള്ള മുളകാണ് ഇടുന്നത്. അതുപോലെ 2 പച്ചമുളക് എരിവിനായിട്ട്. ഇത് ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ എരിവിന് വേണ്ടിയിട്ടാണ് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ വെളുത്തുള്ളിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കുമ്പോൾ നല്ലോണം അരിഞ്ഞ് കിട്ടണമെന്നില്ല, കുറച്ച് തരിതരിപ്പുണ്ടെങ്കിൽ അതൊരു അടിപൊളി ടേസ്റ്റ് ആവും. ഇപ്പോൾ കുക്കറിൽ വെച്ചിട്ടുള്ള ചക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ മിക്സിയിലേക്ക്. മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒരു തള വരും വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം ഉപ്പ് നമുക്ക് മതിയായിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്ത് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് തള വരും വരെ വെച്ച് ഇനി ഇത് തള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചെടുക്കണം. അതിനായി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ഇതിലേക്ക് വേണ്ടത് കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കടുകും കറിവേപ്പിലും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ മുളക് ഇട്ട് കൊടുക്കാം. അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഞാനിവിടെ കറിവേപ്പിലയും അതുപോലെ കടുകും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി. നമ്മളിവിടെ ഈ കറിക്ക് കഞ്ഞിക്കറി എന്നൊക്കെ പറയും. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ്. അതുപോലെ വെറുതെ കഴിക്കാനും ഇതുപോലെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.